അരുന്ധതി റോയുടെ ഉൾപ്പെടെ 10 പുസ്തകങ്ങൾ ഇന്ത്യയിൽ നിരോധിക്കണം അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തി ആദ്യഘട്ടത്തിൽ ജമ്മു കാശ്മീരിൽ നിന്ന് വാർത്തകളാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നിരോധനം തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവൊക്കെ പുറപ്പെടുവിച്ചു. അപ്പോൾ ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരെ, എഴുത്തുകാരെ, അവരെ എന്തിനാണ് ഇവിടുത്തെ സംഘപരിവാർ ഭയക്കുന്നത്? ഒന്ന്, ജമ്മു കാശ്മീരിൽ മാത്രം ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ഇതായിരുന്നു ആസാദി. ഇപ്പൊ പുസ്തകങ്ങളും ജമ്മു കാശ്മീരിൽ മാത്രമായിരുന്നു അത് നിരോധിച്ചത്. പ്രത്യേകിച്ച് ആ പുസ്തകങ്ങളിൽ ഗവൺമെന്റ് LG മനോജ് സിൻഹയാണ് അത് നിരോധിച്ചത്. അദ്ദേഹം അവരുടെ കശ്മീരായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഈ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് എന്ന കാരണത്താലായിരുന്നു അത് നിരോധിച്ചത്. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരിക്കലും ഒരു പുസ്തകം നിരോധിക്കാനോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ സെൻസർ ചെയ്യാനോ നമുക്ക് യാതൊരു തരത്തിലുമുള്ള അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ല, അവര് പറയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ കമ്മ്യൂണൽ റൈറ്റ്സ് നടക്കും, അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളെല്ലാം തന്നെ പുറത്തു പോകുന്ന സാഹചര്യം ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നിരീക്ഷകരാരും അത്തരത്തിലുള്ള ഒരു അഭിപ്രായം പുസ്തകത്തെ സംബന്ധിച്ചോ ഈ ആർട്ടിക്കിളുകളെ സംബന്ധിച്ചു 10ഓളം പുസ്തകത്തെ, ഇപ്പൊ നൂറാനിയുടെ അടക്കമുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ച് അത്തരം ഒരു പരാമർശമൊന്നും കണ്ടില്ല. പിന്നെന്തുകൊണ്ട് ഇവർ ഭയക്കുന്നു? എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പുസ്തകത്തിനുള്ള മറുപടി കുറച്ചുകൂടെ നല്ലൊരു പുസ്തകമാണ്. അതെ, നമ്മൾ കുറച്ചുകൂടി ലിബറൽ ആയിട്ട് ഇതുപോലെയുള്ള ഇതിനെ കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോ ആസാദി എന്ന അവരുടെ പുസ്തകത്തിന് കുറച്ചുകൂടെ പോപ്പുലറൈസ് ചെയ്യപ്പെടുകയാണ് ഇപ്പൊ ചെയ്തത്. ഒരു ഗവൺമെന്റ് ഒരു പുസ്തകം നിരോധിക്കുന്നു, അപ്പോ ഇത് വലിയ രീതിയിൽ വാർത്തയായി. അപ്പൊ കുറച്ചും കൂടെ ഒരു പ്രൊമോഷൻ ആ പുസ്തകത്തിന് കിട്ടുകയാണ്. പുസ്തകങ്ങൾ വരട്ടെ, ആൾക്കാർ വാങ്ങിക്കട്ടെ, വായിക്കട്ടെ. പക്ഷെ അതിനെ ഒരു നിരോധനത്തിന്റെ രീതിയിൽ കാണുന്നത് ഒരു, പ്രത്യേകിച്ച് നമ്മളെ ഒരു പോലീസ് സ്റ്റേറ്റ് ഒന്നും അല്ലല്ലോ നമ്മുടെ, ഒരു ലിബറൽ സ്റ്റേറ്റ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു പുസ്തകം നിരോധിക്കാൻ പാടില്ല. വേറൊരു എക്സാമ്പിൾ ഇതിനകത്ത് ഈ സൽമാൻ റുഷ്ദിയുടെ സൈത്താനിക് വേഴ്സസ് എന്നൊരു പുസ്തകം പണ്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ അത് ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും അത് അദ്ദേഹത്തിനെതിരെ അയതുള്ള അലി ഖമേനി ഫത്വയൊക്കെ പുറപ്പെടുവിച്ചിരുന്നു ഇറാനിൽ നിന്ന്. ഇന്ത്യയിൽ അത് നിരോധിച്ചിരുന്നു രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ. പക്ഷേ ഈ അടുത്തിടയ്ക്ക് കോടതി പറഞ്ഞു അന്നത്തെ നിരോധനത്തിന്റെ ഉത്തരവ് ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ഗവൺമെന്റ് നോക്കിയിട്ട് അങ്ങനത്തെ നിരോധനത്തിന് റിപ്പോർട്ടൊന്നുമില്ല, കൊടുത്തില്ല. ആ പുസ്തകത്തിന് ലിഫ്റ്റ് ചെയ്തു, ബാൻ ലിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഡൽഹിയിലും ഒക്കെ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഈ പുസ്തകം വായിക്കാം ഉള്ള ഒരു അവസ്ഥയാണ് സൈത്താനിക് വേഴ്സസ്. നമ്മുടെ ജുഡീഷ്യറി ആണെങ്കിലും, നമ്മുടെ ജുഡീഷ്യറി അത് വളരെ ഫ്രീ ആയിട്ടാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നത്. സൈത്താനിക് വേഴ്സസിനെതിരെയുള്ള നിരോധനം മാറ്റി ഇപ്പോ ആസാദി അല്ലെങ്കിൽ മറ്റേ അരുന്ധതി റോയുടെയും നൂറാനിയുടെയും പുസ്തകത്തിന് മേലുള്ള നിരോധനം മാറ്റുന്നതൊക്കെ വളരെ ഒരു ജനാധിപത്യ രീതിയിൽ അതൊരു വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ കേരള സാഹിത്യ അക്കാദമി അവാർഡുമായി ബന്ധപ്പെട്ട് കുറച്ച് പഴയ കാര്യമാണ്, എന്നാൽ ഇപ്പോഴും അതിന്മേലുള്ള ചർച്ചകൾ തുടരുന്നു. കേരളത്തിലെ സാഹിത്യ മേഖലയെ പൾപ്പ് ലിറ്ററേച്ചർ വിഴുങ്ങുന്നു എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. അത്തരത്തിൽ ഇപ്പോൾ സാധാരണ ഒരു സാധനം എഴുതുന്നത് സാധാരണക്കാരന് മനസ്സിലാവണം, അവർ വായിക്കണം. അപ്പം പൾപ്പ് ലിറ്ററേച്ചർ കേരളത്തിലെ അല്ലെങ്കിൽ സാഹിത്യ മേഖലയെ ഇവിടുത്തെ വായനക്കാരെ ഒരു 70% വിഴുകുന്നു എന്ന് ഒരു അഭിപ്രായമുണ്ടോ? ഒന്ന്, എല്ലാ കാലത്തും ജനകീയ സാഹിത്യം ഉണ്ടായിട്ടുണ്ട്. അതെ, ഇപ്പോ ഒരു കാലത്തിലെ മാതൃഭൂമി ആഴ്ച പതിപ്പിനേക്കാളും ഒക്കെ സർക്കുലേഷൻ ഈ എല്ലാ കാലത്തും അങ്ങനെയാണ്. മംഗളത്തിനും മനോരമയ്ക്കും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായിരുന്നു കൂടുതൽ ആൾക്കാരും വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോ നമ്മൾ ഈ പൾപ്പ് ഫിക്ഷൻ ഒന്നും അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പുസ്തകം നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോ അടുത്തിടയ്ക്ക് പോപ്പുലറായ പല പുസ്തകങ്ങളും അതാണ് പറയുന്നത്. ഇപ്പം അഖിൽ ധർമ്മജന്റെ ഈ പുസ്തകം ആനന്ദിക്ക് അവാർഡ് കിട്ടിയപ്പോ അത് വലിയ രീതിയിൽ അത് നെഗറ്റീവായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. ഫേസ്ബുക്കിലേക്ക് ഒരുപാട് ഓതേഴ്സ് അതിനെതിരെ കുറ്റം പറഞ്ഞു. കാരണം 2 വർഷം മുമ്പ് എനിക്കും അവാർഡ് കിട്ടി 2023. അപ്പോ കാരണം ഒരു സാഹിത്യത്തെ എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? കാരണം ലക്ഷക്കണക്കിന് കോപ്പി വിറ്റിട്ടുണ്ട് റാം കെയർ ഓഫ് ആനന്ദി. അതൊരു ഒരു ഫൈനാൻഷ്യലിയും അത് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോ എങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുകയും അല്ലെങ്കിൽ എഴുത്തുകാരനെ കുറ്റം പറയാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും നമ്മളെപ്പോഴും ഒരു വായനക്കാരനെ കണ്ടിട്ട് വേണം നമ്മളത് എഴുതാനായിട്ട്. അക്കാര്യത്തിൽ അഖിൽ സക്സസ്ഫുൾ ആണത്. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് കോപ്പി ഇന്ന് നമ്മൾ പറയണ്ട, പലരും പറയും ഇന്ന് വായനയൊന്നുമില്ല, വായന മരിച്ചുപോയി. അങ്ങനെ ഒരു കാലത്തില് ഈ യുവാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അഖിലിന്റെ പുസ്തകം വാങ്ങിച്ചു. അതെ, നമ്മളതിനെ എന്ത് കാറ്റഗറൈസ് ചെയ്യാൻ നമുക്ക് വേണ്ടി പറയാം. ലോകത്ത് എല്ലായിടത്തും ഇതുപോലത്തെ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ അക്കാദമി അവാർഡിന്റെ മൂല്യം
നഷ്ടപ്പെട്ടു എന്നാണ് ഇവിടെ തലമുതിർന്ന സാഹിത്യകാരന്മാരെല്ലാം പറയുന്നത്. അത്തരം ഒരു അഭിപ്രായ രൂപീകരണം ശരിയാണ് സത്യത്തിൽ. അതിപ്പോ ഈ വളർന്നു വരുന്ന എഴുതുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല. അത്തരത്തിൽ സിമ്പിളായി എഴുതുക എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് വാക്ചാതുര്യം അല്ലെങ്കിൽ ഒരുപാട് സത്തുകൾ അടങ്ങിയിരിക്കുന്ന ഒരുപാട് പേർക്ക് വാക്കുകൾ കൊണ്ട് അമ്മാനമാകാൻ കഴിയും. ഇത്തരത്തിൽ പൾപ്പ് ലിറ്ററേച്ചറിനകത്ത് വാക്കുകൾ കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, അതിനാണോ ഈ അവാർഡുകൾ നൽകിയതെന്നുള്ള മാരകമായിട്ടുള്ള വിമർശനങ്ങൾ നടന്നു. ഇത്തരത്തിലുള്ള സിമ്പിൾ എഴുത്തുകളല്ലേ കേരളത്തിന് ആവശ്യം. നമുക്ക് എല്ലാ തരത്തിലുമുള്ള എഴുത്തിന്റെയും ഒരു സ്പേസ് ഇവിടെയുണ്ട്. 150 കോടി ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാവർക്കും ഒരേ സാഹിത്യം ആയിരിക്കില്ല ഇഷ്ടം. പല രീതിയിലുള്ള ഇഷ്ടങ്ങൾ ഇവർക്കൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോ സാഹിത്യ അക്കാദമിയുടെ ജഡ്ജിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് പല ലെയറിൽ കൂടെ പോകുന്ന, അതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആണ്. അപ്പോ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും അധ്യാപകരും എഴുത്തുകാരും ഒക്കെയാണ് അതിന്റെ ജൂറി പാനലിൽ വരുന്നത്. കാരണം ഒരു എഴുത്തുകാരന് ഒരാൾക്ക് ഒരു പുസ്തകം ഇഷ്ടപ്പെടുന്ന, ചിലപ്പോ വേറൊരാൾ ആ പുസ്തകം വായിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. പാനലാണല്ലോ തീരുമാനിക്കുന്നത്. അതെ, ഒരു പാനലാണ്. അൾട്ടിമേറ്റ്ലി ഒരു 3 പേരുടെ ഒരു ഫൈനിങ് ജഡ്ജസ് ആണ് ഇതിനെ തീരുമാനിക്കുക. അപ്പോ അതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. അവർ നോക്കുന്ന ഭാഷ, അല്ലെങ്കിൽ അതിന്റെ ഒരു ജനകീയത, സ്വീകാര്യത, അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് അവരുടെയാണ് ജഡ്ജ്മെന്റ്. നമ്മൾ ഇതിനകത്തൊന്നും നമുക്ക് എന്തുകൊണ്ട് അത് കൊടുത്തു എന്ന് ചോദിക്കാനുള്ള അവകാശം നമുക്കില്ല. കാരണം അവരാണ് തീരുമാനിച്ചേക്കുന്നത്. അതിനെ പല എഴുത്തുകാരും പണം കൊടുത്ത് മേടിച്ച അവാർഡ് എന്നുള്ള രീതിയിൽ വരെ അത് വന്നു. അത് ഒരുപക്ഷെ ഒരു എഴുത്തുകാരനോട് ചെയ്യുന്ന ഒരു തെറ്റും കൂടെയാണത്. അതായത് വേട്ടയാടപ്പെട്ടു അഖില്. കാരണം എനിക്ക് അഖിലിനെ പരിചയമുണ്ട്. അപ്പോ അഖിലിനോട് സംസാരിച്ചപ്പോ അഖിൽ തന്നെയാണ് പറഞ്ഞത്, എന്റെ പുസ്തകത്തെ വിമർശിച്ചോട്ടെ, പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ എന്തിനാണ് വിമർശിക്കുന്നത് എന്നൊരു ചോദ്യം പ്രധാനമാണ്. കാരണം സാഹിത്യകൃതിയാണ് അവിടെ വിമർശിക്കപ്പെടുന്നത്. ഒരു ഇൻഡിവിജ്വലിനെ അവിടെ വിമർശിച്ചിട്ട് അയാള് പൈസ കൊടുത്താണ് അവാർഡ് മേടിച്ചത്. അങ്ങനെ കിട്ടുന്ന അവാർഡ് അല്ലത്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രീതിയിലുള്ള ചർച്ചകൾ ഇപ്പം മീരയുടെ അടക്കമുള്ള പുസ്തകങ്ങളെ വെച്ചൊരു കമ്പാരിസൺ എല്ലാം നടന്നു. ഇത്തരത്തിൽ ഈ വിമർശനങ്ങളെല്ലാം തന്നെ വളർന്നു വരുന്ന, എഴുതാൻ പ്രേരിപ്പിക്കുന്ന ഒരു തലമുറയെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യം. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് അത്. കാരണം എന്തിനാണ് ഒരു എഴുത്തിനെ നമ്മൾ മറ്റൊരു എഴുത്തായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഓരോ എഴുത്തുകാരും അവരുടേതല്ല, അല്ലെങ്കിൽ ഓൺ സ്റ്റഫാണ്. അത് ഓൺ സ്റ്റഫാണ്. നമ്മൾ നമ്മുടേതായ രീതിയിലാണ് പല കാര്യങ്ങളും എഴുതാറുള്ളത്. ഇപ്പോ ജനപ്രിയ എഴുത്തുകാരെന്ന് പറഞ്ഞ KR മീരയുണ്ട്, ബെന്യാമിന്റെ പുസ്തകങ്ങൾ വലിയ രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. ഇപ്പോ അഖിലിന്റെ കൂടെ തന്നെ ഒരു നോവൽ ഇറങ്ങിയിരുന്നു, മറ്റേ നിമ്ന വിജയ് എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ. അതും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. അപ്പോ ഇങ്ങനെയുള്ള പുസ്തകങ്ങള് വായനക്കാരുണ്ട്. ഇഷ്ടമുള്ളവർ വായിക്കട്ടെ, അവര് പണം മുടക്കി അവർ ഇഷ്ടമുള്ളത് വായിക്കുന്നു. മറ്റുള്ളവരുടെ വിപണന സാധ്യത മൂല്യം ഇടിയുന്നു എന്നൊരു പേടിയാണ്. നമ്മള് ഇപ്പൊ ജനകീയ സാഹിത്യം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അത് അവര് മേടിച്ച് വായിക്കും. അത് ഇപ്പോ ഷാജികുമാറിന്റെ മരണവംശം എന്ന് പറഞ്ഞൊരു നോവൽ അത് വലിയ രീതിയിൽ വായിക്കപ്പെടുന്നുണ്ട്. അത് പൾപ്പ് ഫിക്ഷൻ ഒന്നും അല്ല, നല്ലൊരു നോവലാണ്. അദ്ദേഹത്തിന് അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ് അദ്ദേഹം. അങ്ങനെ പല രീതിയിലുണ്ട്. ഇപ്പോഴും ഓവിജന്റെ ആൾക്കാർ ഇപ്പോഴും വായിക്കുന്നുണ്ട്. MT വായിക്കണില്ലേ? എത്ര വർഷം മുമ്പാണ് ഇതൊക്കെ എഴുതിയത്. അപ്പോ നല്ല സാഹിത്യത്തിന് എന്നും അതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടൊരു വിമർശനം, മുൻപങ്കം കാണാത്ത തരത്തിലുള്ള ഒരു ഭയങ്കര ഒരു കൂട്ടം ചേർന്നുള്ള ആക്രമണം ഇതിന് പിന്നിൽ? ഒരു പക്ഷേ അഖിലിന്റെ ഇന്ന് കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം അഖിലിന്റേതായിരുന്നു. ഇപ്പോ പുതിയതായിട്ടൊരു നോവൽ ഇറങ്ങി, അതും അത്യാവശ്യം നല്ല രീതിയിൽ വിറ്റുപോകുന്നുണ്ട്. അപ്പോ ഒരു പക്ഷേ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു പുതിയ ട്രെൻഡ് ആണല്ലോ. ഒരുപക്ഷെ ഒരു ജനകീയ സാഹിത്യത്തിന് ഇതുപോലെ വലിയൊരു അവാർഡ് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ലഭിക്കുന്നത്. അപ്പോ അതിന് വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ സാഹിത്യകൃതിയെ നിങ്ങൾ വിമർശിക്കും. ഒരു വ്യക്തി എന്ന രീതിയിൽ താറടിച്ച് കാണിക്കുകയും മോശക്കാരനാക്കേണ്ട ആവശ്യമൊന്നുമില്ല.